എല്ലാ സോണും കൂടി കൺസിഡർ ചെയ്യുന്ന ഈ ഒരു രീതിയിലുള്ളതായിരിക്കും ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് ജെഇ DMS CMA ആസ് പെർ ലെവൽ പേ ലെവൽ 6 ഫോർ ദ നോട്ടിഫിക്കേഷൻ 2025. Competent authority has approved to issue CEN centralized employment notification for 2570 vacancies and in 35 categories of junior engineer, DMS and CMA. ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ RRB ജെയുടെ വേക്കൻസീസ് ഒഫീഷ്യലി ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോൺ വൈസ് വേക്കൻസി എത്രയാണെന്നും അതേപോലെ ഡിപ്പാർട്ട്മെന്റ് വൈസ്, അതായത് ഇലക്ട്രിക്കൽ ആർക്ക് എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്സ് ആർക്ക്, മെക്കാനിക്കൽ ആർക്ക്, സിവിൽ ആർക്കൊക്കെ എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കണ്ടന്റിലോട്ട് വരാം. അപ്പൊ അതിനായിട്ട് നമ്മൾ സിവിൽ ഓവർവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2570 വേക്കൻസി ആണ് അവിടെ ഉള്ളത്. 35 കാറ്റഗറിയിലേക്കായിട്ട് പേ ലെവൽ 6 ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇനിയിപ്പോ പോസ്റ്റ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് 425 PVയിലും 146 വർസ്, അതേപോലെ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ 121, ബ്രിഡ്ജ് 34, TM 90, സിവിൽ വർക്ക്ഷോപ്പ് 15. അപ്പൊ ടോട്ടൽ എത്ര സിവിലുകാർക്ക് 831 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ആയിട്ട് വരുന്നുണ്ടാവും. സിവിലുകാർക്ക് ടോട്ടൽ 831 പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇനിയിപ്പം ഇലക്ട്രിക്കൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഓൾറെഡി ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇലക്ട്രിക്കൽ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക്കൽ ഏകദേശം ഇത് മാത്രം നോക്കുവാണെങ്കിൽ 483 ഉണ്ടാവും. പിന്നെ നമുക്ക് TM ഒരു 90, അതേപോലെ മെക്ക് 917, EC 364. അപ്പൊ എല്ലാം കൂടി കൂടിയിട്ടല്ല ഒരു 1800 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ 166 ജനറല്, ഡിസൈൻ ഡ്രോയിങ് 291, വാഗൺ 119, ഇലക്ട്രിക്കല്, മെക്കാനിക്കല് എല്ലാം കൂടി കൂട്ടിയിട്ട് മെക്കാനിക്കലിന് 917 അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഈ മെക്കാനിക്കലുകാർക്ക് ഈ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ ഇലക്ട്രിക്കലിൽ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇലക്ട്രിക്കൽ ഏകദേശം എത്ര, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 483 ഉണ്ട്. പിന്നെന്താ ഒരു TM മെക്കാനിക്കലുകാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ 90 ഉണ്ട്. അപ്പൊ ടോട്ടൽ 1490 വേക്കൻസീസിലേക്ക് മെക്കാനിക്കലുകാർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഏകദേശം 2500 1400 മെക്കാനിക്കലുകാർക്ക് അപ്ലൈ വേണ്ടി പറ്റുന്ന പോസ്റ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ ക്ലാർക്ക് ക്ലിയർ ആയാലോ? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എല്ലാം വരുന്നുണ്ടാവും. ഈ പറഞ്ഞതും ഇലക്ട്രിക്കലും എല്ലാം വരുന്നുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും. ചിലപ്പോൾ അവർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? മെക്കാനിക്കലായിരിക്കും. റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പൊ മെക്കാനിക്കലുകാർക്ക് 1490 അപ്ലൈ വേണ്ടി വരുന്നുണ്ടാവും. ഇനിയിപ്പോ സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതേഴ്സ് ഇലക്ട്രോണിക്സ് ആർക്ക് മൊത്തം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 364 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇത് കൂടാണ്ട് ഇലക്ട്രിക്കലിലെ 483 പോസ്റ്റുകളിലേക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈസിക്കാർക്ക് മൊത്തം 847 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ സോൺ വൈസ് ആണെങ്കിൽ നമുക്ക് 373, 219, സൗത്ത് സെൻട്രൽ 224, സൗത്ത് റെയിൽവേ 157, ഈസ്റ്റ് സെൻട്രൽ 112, ICFൽ 108 അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര മൊത്തം 1800 വേക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൽ പെടുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ഏകദേശം 364, 483. അപ്പൊ ഏകദേശം 847 പോസ്റ്റുകളിലേക്ക് അവർക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇനിയിപ്പോ മെക്കാനിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കൽ അലൈഡ് എഞ്ചിനീയറിംഗിൽ പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര 917, 483, ഏകദേശം 1400, പിന്നെ ഒരു TM കൂടി വരും. 1490 പോസ്റ്റുകളിലേക്ക് അവർക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ഇനിയിപ്പോ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിലോ അവർക്ക് അവിടെ സിവിൽ കഴിഞ്ഞവർക്ക് സിവിലിന് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുള്ളൂ. അപ്പൊ ഏകദേശം 831 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഒരു ഓവറോൾ അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് RRBയുടെ മൊത്തം എല്ലാ സോണും കൂടി കൺസിഡർ ചെയ്യുന്ന ഈ ഒരു രീതിയിലുള്ളതായിരിക്കും ഉണ്ടാവും. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് നമ്മളുടെ ലേറ്റ് നൈറ്റിൽ, അതായത് ഇന്ന് 18/9/2025 ലേറ്റ് നൈറ്റിൽ പുറപ്പെടുവിച്ച ഒരു ഡ്രാഫ്റ്റ്. അതായത് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രൂവ്ഡ് വേക്കൻസീസ് ഓഫ് ജെഇ DMS CMA ആസ് പെർ ലെവൽ പേ ലെവൽ 6 ഫോർ ദ നോട്ടിഫിക്കേഷൻ 2025. റെഫറൻസ് ആയിട്ട് റെയിൽവേ ബോർഡിന്റെ ലെറ്റർ നമ്പറും പറഞ്ഞിട്ടുണ്ട്.
എന്താ ഇതിൽ പറഞ്ഞ ആക്ച്വലി നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നതിന് മുന്നേ അതിന് മുന്നത്തെ ഒരു സ്റ്റെപ്പാണ് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം അസസ്മെന്റ് നടത്തുക എന്നുള്ളത്. അത് നമ്മുടെ OIRMS പോർട്ടൽ വഴി അവിടെ എന്താ അസസ്മെന്റ് അവിടെ നടത്തുന്നുണ്ടാവും. ആ ഒരു അസസ്മെന്റ് നടത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു, റെയിൽവേ ബോർഡ് എന്ത് ചെയ്തു, ഇത്രയും വേക്കൻസീസ് എന്താ അവിടെ അപ്രൂവൽ കൊടുത്തു. ഓക്കെ, ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഹാസ് അപ്രൂവ് ടു ഇഷ്യൂ CEN, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ 2570 വേക്കൻസീസ് ആൻഡ് ഇൻ 35 കാറ്റഗറീസ് ഓഫ് ജൂനിയർ എഞ്ചിനീയർ, DMS ആൻഡ് CMA. എല്ലാം എന്താ പേ ലെവൽ 6 ആണ്. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന എന്താ വേക്കൻസീസ് ആണ്, അപ്രൂവൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു രീതിയിലുള്ള ടോട്ടൽ 2570 എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത് അപ്രൂവൽ വേക്കൻസീസ്. 2570. അപ്പൊ ഇതെന്താ ഒഫീഷ്യൽ തന്നെയാണ്. ഇത് എന്താ പറയണ്ടേ, ഇന്റേണൽ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നോട്ടീസ് ആണ്. അല്ലാതെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് വരും, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ് ആണ് ഇതിനെ പറയുന്നുണ്ടാവുക. അപ്പൊ ഡ്രാഫ്റ്റ് നോട്ടീസ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഒരു മാസം ആവുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഷോർട്ട് നോട്ടീസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഷോർട്ട് നോട്ടീസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഷോർട്ട് നോട്ടീസിൽ എന്താ ഉണ്ടാവുക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അത് നമ്മുടെ പേപ്പറിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഇന്ന ദിവസമായിരിക്കും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ അതിൽ എന്തായിരിക്കും ഏജ് ഉണ്ടാവും, എത്ര വേക്കൻസി ഉണ്ടാവും, പേ ലെവൽ ഉണ്ടാവും. പിന്നെ എല്ലാ ഏതൊക്കെ RRBs പങ്കെടുക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും താഴെ താഴെ. അതിനാണ് നമ്മൾ ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയണം എപ്പോഴായിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ കണക്കൂട്ടൽ പ്രകാരം ഒക്ടോബർ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് എന്താ ഷോർട്ട് നോട്ടീസ് പറഞ്ഞു തരുന്നുണ്ടാവും. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് എന്താ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തന്നെ ഒരു വേക്കൻസി അവിടെ ആവശ്യമുള്ളൂ അല്ലെ, ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വേക്കൻസി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് അവിടെ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.